ധന്യം അധ്യാപനം. പുരസ്കാര ജേതാക്കളായ അധ്യാപകരെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. നിർവഹണം ഭാഗ്യലക്ഷ്മി. നമസ്കാരം. ധന്യം അധ്യാപനത്തിന്റെ പുതിയൊരധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ കഴിഞ്ഞ അധ്യായത്തിൽ ഇത്തവണ മികച്ച അധ്യാപകനുള്ള സംസ്ഥാന പുരസ്കാരം കരസ്ഥമാക്കിയ SKMJ ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊമേഴ്സ് അധ്യാപകൻ അജിത് കാന്തിയുടെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. അദ്ദേഹത്തിന്റെ അധ്യാപന ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും അവാർഡിന് അർഹനാക്കിയ പ്രവർത്തനങ്ങളും കേൾക്കാം ഇന്നത്തെ അധ്യായത്തിൽ. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ സാറിന് ശിഷ്യരുണ്ട്. അതിൽ സാർ ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികൾ അവരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ടോ? ഇപ്പോൾ ഏറ്റവും അടുത്ത് ഒരു നിബിൻ എന്നു പേരുള്ള ഒരു വിദ്യാർത്ഥിയാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഒത്തിരി നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ട്. എന്നാൽ നിബിനെ ഞാൻ ഓർക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ബ്ലൈൻഡ് ഒളിമ്പിക്സ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അതിൽ അദ്ദേഹം ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഒരു ടെന്നീസാണോ ബാഡ്മിൻ്റൺ ആണോ അങ്ങനെ ഏതോ ഒരു ഗെയിമിൽ അദ്ദേഹം പങ്കെടുത്ത് തിരിച്ചു വരികയുണ്ടായി. ഇന്ത്യക്ക് 3ാം സ്ഥാനവും നേടിയിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അപ്പോൾ കാഴ്ച പരിമിതിയുള്ള ആളാണെങ്കിൽ കൂടിയും വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഞങ്ങൾ കൊമേഴ്സ് അധ്യാപകരായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വിദ്യാർത്ഥികൾ കൂടുതൽ പേരും ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഒക്കെ ആയി മാറുന്ന ഒത്തിരി അനുഭവങ്ങളുണ്ട്. പേര് പറയാൻ നിന്നാൽ ഒത്തിരി പേരുടെ പേര് പറയേണ്ടി വരും. മിക്കവാറും ഒരു വർഷം 2 പേര് ആവറേജ് ചാർട്ടേഡ് അക്കൗണ്ടൻസി പാസ്സാവാറുണ്ട്. പിന്നെ CMA എന്ന് പറയുന്ന പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ ഒത്തിരിയുണ്ട്. അവർ ക്വാളിഫൈ ചെയ്ത് വരുന്നുണ്ട്. കമ്പനി സെക്രട്ടറിമാരാവുന്നുണ്ട്. MBA-കാരാണെങ്കിലും ഒരുപാടുണ്ട്. ഒത്തിരിയധികം സ്ഥാപനങ്ങളിൽ ലീഡർഷിപ്പിൽ വർക്ക് ചെയ്യുന്നത് ഈ MBA ഒക്കെ കഴിഞ്ഞ വിദ്യാർത്ഥികളാണ് ഞങ്ങളുടെ ശിഷ്യസമ്പത്ത്. പിന്നെ ഇതിന് അപ്പുറത്തേക്ക് വിദ്യാഭ്യാസ അക്കാഡമിക് രംഗത്തുനിന്ന് മാറിയിട്ട് കലാരംഗത്തൊക്കെ വലിയ നേട്ടങ്ങൾ കൈവരിച്ച ആളുകൾ നമ്മുടെ വിദ്യാർത്ഥികളിലുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനമായി വന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അനു സിത്താര, SKMJയിൽ പഠിച്ച വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ ഫേമസ് ആക്ട്രസ്സാണ്. അതെ, നമ്മൾ വയനാട്ടിൽ പോലും ഇപ്പോൾ വരാൻ സമയമില്ലാത്ത അത്രയും തിരക്കുള്ള ഒരു വലിയ സിനിമാ നടിയായി മാറിയിട്ടുണ്ട്. അതുപോലെ ബേസിൽ ജോസഫ് ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ചതാണ്. സയൻസ് വിദ്യാർത്ഥിയായിരുന്നു. എന്നാലും ഞാനുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരു വിദ്യാർത്ഥിയാണ്. അദ്ദേഹവും വലിയ നടനായി മാറി, സംവിധായകനാണ്. അതുപോലെ പിന്നെ ഐസർ പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ പോയി പഠിക്കുന്ന സയൻസ് വിദ്യാർത്ഥികൾ ഞങ്ങളുടെ സ്ഥാപനത്തിലുണ്ട്. ഗൂഗിളുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ വലിയ നിലയിലൊക്കെ ജോലി ചെയ്യുന്ന വിദ്യാർത്ഥികളൊക്കെ ഞങ്ങളുടെ സ്കൂളിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുണ്ട്. സാറിപ്പം പുതിയൊരു രീതി കുട്ടികൾക്ക് പഠനത്തിന് വേണ്ടി ആവിഷ്കരിച്ചതിനെ പറ്റി പറഞ്ഞു. ഇനി എന്തെങ്കിലും പുതുതായിട്ട് സാറ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന ഒരാഗ്രഹമുണ്ടോ? കുട്ടികൾക്ക് വേണ്ടി പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് ഇപ്പോൾ ചെയ്തു വന്ന കാര്യങ്ങൾ മോഡിഫൈ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് തൽക്കാലം ആലോചിച്ചിട്ടുള്ളത്. പുതിയ നൂതനമായ രീതികൾ എന്തെങ്കിലും ആവിഷ്കരിക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ മനസ്സിൽ വന്നിട്ടില്ല. ഓക്കെ. പിന്നെ എൻ്റെ ഒരു പ്രവർത്തന മണ്ഡലം എന്ന് പറയുന്നത് സ്കൂളിനകത്ത് മാത്രമല്ല, ഞാൻ കേരള ഗവൺമെൻറ്റിൻ്റെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ പലതും ഏറ്റെടുക്കാറുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ വരുമ്പോൾ എനിക്ക് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കപ്പുറത്തേക്ക് ഈ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സേവനം ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ പാഠപുസ്തകങ്ങൾ എഴുതാനുള്ള അവസരം. ആദ്യം ഞാൻ അധ്യാപക പരിശീലകനായിട്ടാണ് പോയത്. പരിശീലകനാവാനുള്ള ഒരു മോട്ടിവേഷൻ എനിക്കുണ്ടായത് ഞാനൊരു സാമൂഹ്യ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോഴും അതിൻ്റെ ഭാരവാഹിയായിരുന്നു. 2010 കാലഘട്ടത്തിൽ ഞാനതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ആ പ്രസ്ഥാനത്തിൻ്റെ പേര് JCI എന്നാണ്, ജൂനിയർ ചേംബർ ഇൻ്റർനാഷണൽ. ആ സംഘടന ഒരു പരിശീലക സംഘടനയാണ്, അതായത് ട്രെയിനിങ് ഓർഗനൈസേഷൻ, ഒപ്പം സോഷ്യൽ ആക്ടിവിറ്റീസും. അപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരു സൈഡിലൂടെ പോകുന്നു. അതോടൊപ്പം നമുക്ക് നല്ല പരിശീലനങ്ങൾ തന്ന് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സ് നമുക്ക് പരിശീലനങ്ങൾ തരുമ്പോൾ നമ്മളും എക്വിപ്ഡ് ആവും. അങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നി അധ്യാപകരെ പരിശീലിപ്പിക്കുന്ന രംഗത്തേക്ക് എനിക്ക് അവസരങ്ങൾ വന്നപ്പോൾ ഞാനത് പോയി ചെയ്യാൻ തുടങ്ങി. ആദ്യം ജില്ലാതലത്തിലുള്ള പരിശീലനങ്ങൾ കൊടുത്തു, പിന്നെ സ്റ്റേറ്റ് തലത്തിൽ പരിശീലനം കൊടുത്തു. അതിനുശേഷം അതിന് മുകളിലേക്ക് കോർ SRG, അതായത് സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പിലെ ഒരു അംഗമായി മാറി. അങ്ങനെ അധ്യാപകർക്ക് പരിശീലനം നൽകേണ്ട മൊഡ്യൂൾ പ്രിപ്പറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് ഏറ്റവും മുകളിലത്തെ തട്ട് മുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ എനിക്ക് ലഭിച്ചു. അങ്ങനെ വന്നപ്പോഴാണ് പിന്നീട് പാഠപുസ്തകം എഴുതുന്ന അവസരം വന്നു. ഞങ്ങൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന പാഠപുസ്തകം ഞങ്ങളുടെ ഒരു ടീമാണ്, 8 പേരടങ്ങുന്ന ഒരു സംഘമാണ് എഴുതിയത്. അതിന് ഡിപ്പാർട്ട്മെൻറ്റ് മുൻകൈ എടുത്തുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ, കേരള ഗവൺമെൻറ് തന്നെ പബ്ലിഷ് ചെയ്യുന്ന പുസ്തകമാണ്. അതിൽ ആ സമിതിയിൽ അംഗത്വം ലഭിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. അങ്ങനെ ആ പാഠപുസ്തകം എഴുതി. തുടർന്ന് ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി എന്നീ വിഷയങ്ങളുടെ NCERT പുസ്തകം പരിഭാഷപ്പെടുത്തി. അപ്പോൾ ആ ടീമിലും ഞാനുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു 6ഓളം പാഠപുസ്തകങ്ങൾ ഞങ്ങൾ തയ്യാറാക്കി. കൂടാതെ ഞാനായിട്ട് തയ്യാറാക്കിയ ലേണിംഗ് മെറ്റീരിയൽസ് മുഴുവൻ പുസ്തക രൂപത്തിൽ പ്രിന്റ് ചെയ്തു. അങ്ങനെ അത് പക്ഷേ വിൽപ്പനയ്ക്കല്ല, കുട്ടികൾക്ക് ഓൺലൈനായിട്ടാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു 10-11ഓളം പാഠപുസ്തകങ്ങൾ ഇപ്പോൾ എൻ്റേതായ കയ്യൊപ്പോടുകൂടി വന്നു കഴിഞ്ഞു. പിന്നെ സ്കൂളിന് വേണ്ടി ചില ഓഫീസ് അഡ്മിനിസ്ട്രേഷനെ സഹായിക്കുന്ന തരത്തിലുള്ള ചില സോഫ്റ്റ്വെയറുകളൊക്കെ തയ്യാറാക്കി. ഉദാഹരണത്തിന് മാർക്ക് ലിസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം,
രണ്ടാമതായി കുട്ടികളുടെ അഡ്മിഷൻ രജിസ്റ്റർ, അതുപോലെ അഡ്മിഷൻ മുതൽ ആ കുട്ടി പിരിഞ്ഞു പോകുന്നത് വരെ ഉള്ള കാര്യങ്ങളെല്ലാം അതിൽ എൻ്റർ ചെയ്യാൻ പറ്റും. ആവശ്യമുള്ള ഡേറ്റ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് അഡ്മിഷൻ്റെ സമയത്ത് ഡേറ്റ എൻ്റർ ചെയ്യുന്നു, കുട്ടിയുടെ പേഴ്സണൽ ഡേറ്റ മുഴുവൻ എൻ്റർ ചെയ്യുന്നു. അടുത്ത നിമിഷം തന്നെ വേണമെങ്കിൽ TC ഇഷ്യൂ ചെയ്യാം. അതാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അത്തരത്തിലുള്ള കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ അങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ ഡെവലപ്പ് ചെയ്തു. അധ്യാപകരെയും വിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമായ, ഓഫീസിനും ആവശ്യമായ സോഫ്റ്റ്വെയറുകളൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അത് പരമാവധി ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഫ്രീ ആയിട്ട് തന്നെ നമ്മുടെ ബ്ലോഗ് വഴി ഷെയർ ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ സ്കൂളിൽ ഇപ്പോൾ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്? ഇവിടെ ഫസ്റ്റ് ഇയറിൽ 180, സെക്കൻഡ് ഇയറിൽ അതുപോലെ തന്നെ 180, അങ്ങനെ 360ഓളം വിദ്യാർത്ഥികളാണ് ഇവിടെ ഉള്ളത്. എത്ര അധ്യാപകരാണ്? ഞങ്ങൾ 20 പേരാണ് അധ്യാപകരായിട്ട് ഉള്ളത്. സാറിൻ്റെ സഹപ്രവർത്തകരെ പറ്റി ഒന്ന് സംസാരിക്കാമോ? സത്യം പറഞ്ഞാൽ SKMJ എന്ന ടീമാണ് ഈ അവാർഡിന് എന്നെ അർഹനാക്കിയത്. കാരണം ഇവിടെ വന്നപ്പോൾ ഈ SKMJ 2005 ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് വലിയ പ്രതീക്ഷകളോടെ തന്നെയാണ് ഞാൻ വന്നത്. ഇപ്പോഴും ആ പ്രതീക്ഷകൾക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല. കാരണം അത്രയും വലിയ പ്രിവിലേജാണ് ഈ സ്ഥാപനത്തിന് സമൂഹം നൽകുന്നത്. ഞാൻ ഇതിനു മുമ്പ് താൽക്കാലിക അധ്യാപകനായി വർക്ക് ചെയ്തിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ സമയത്തൊക്കെ ഞങ്ങൾ വളരെ വലിയ ഒരു സ്ഥാനത്താണ് SKMJ എന്ന സ്കൂളിനെ കണ്ടത്. ആ സ്കൂളിലേക്ക് കടന്നു വരാനുള്ളൊരു അവസരം എനിക്ക് ലഭിച്ചു എന്നുള്ളത് വലിയ ഒരു സന്തോഷമായി തന്നെ ഞാൻ കാണുന്നു. എനിക്കൊരു PSC അപ്പോയിൻമെൻറ്റിൻ്റെ അടുത്ത് വരെ ഞാൻ കാര്യങ്ങൾ എത്തിയത്, ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ അപ്പോഴും ഞാൻ തീരുമാനിച്ചു പോകുന്നില്ല, സർക്കാർ സ്കൂളിൽ കിട്ടും. VHSCയിലായിരുന്നു ആ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതിന് ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിക്കാനുള്ള കാരണം പോലും SKMJയോടുള്ള ഒരു മമത, ഒരു താല്പര്യം തന്നെയാണ്. ഇവിടുത്തെ ടീമും അതുപോലെ ശക്തമായി തന്നെ മുന്നേറുകയാണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അവരെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നവരും മോട്ടിവേറ്റ് ചെയ്യുന്നവരുമാണ്. ഇപ്പോൾ ഈ അവാർഡിൻ്റെ പ്രവർത്തനങ്ങളിൽ തന്നെ ഇപ്പോൾ പഴയ കാലത്തെ പോലെയല്ല അവാർഡിന് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. 2 വർഷം മുമ്പ് വരെ അവാർഡിന് സാധാരണഗതിയിൽ സ്വന്തം അപേക്ഷ കൊടുക്കുന്ന രീതിയായിരുന്നു. ഇപ്പോൾ അത് മാറി, സർക്കാർ ആ നോംസൊക്കെ മാറ്റി. ഇപ്പോൾ ചെയ്യുന്നത് ഒന്നുകിൽ PTA കൗൺസിൽ, അല്ലെങ്കിൽ സ്റ്റാഫ് കൗൺസിൽ, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ സംഘടന മീൻസ് പിന്നെ സ്കൂൾ പാർലമെൻറ്റ്, ഇതിലേതെങ്കിലും ഒരു സംഘടന വേണം നോമിനേഷൻ നൽകാൻ. അപ്പോൾ അങ്ങനെ PTA ആണല്ലോ അൾട്ടിമേറ്റ് അതോറിറ്റി. അങ്ങനെ PTA കൗൺസിൽ തന്നെ ആ കാര്യം ചർച്ച ചെയ്യുകയും എൻ്റെ പേര് നോമിനേറ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അത് എൻ്റെ ഈ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കാം അങ്ങനെ ഒരു തീരുമാനം അവരുടെ ഭാഗത്തു നിന്നുണ്ടായി. ബാക്കി സപ്പോർട്ട് എൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ ടീം മെമ്പേഴ്സിൻ്റെ, അതായത് SKMJയിലെ മറ്റ് അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായി. അവരെന്നെ ഒത്തിരിയധികം സഹായിച്ചു. അങ്ങനെയാണ് നല്ലൊരു നോമിനേഷൻ തയ്യാറാക്കി കൊടുക്കാൻ സാധിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഇൻ്റർവ്യൂ പോലുള്ള ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് അവസാനം അവാർഡിലേക്ക് എത്തിച്ചേർന്നത്. അവാർഡിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇൻ്റർവ്യൂ മറ്റെന്തൊക്കെ പ്രോസസ്സ് പിന്നെ നടക്കുന്നത്? അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കുറച്ച് കാലം മുമ്പ് വരെ ആയിരുന്നെങ്കിൽ, നോംസൊക്കെ പഴയ രീതിയായിരുന്നെങ്കിൽ നമ്മളൊരു നോമിനേഷൻ കൊടുത്താൽ മാത്രം മതിയായിരുന്നു. പിന്നെ അവാർഡ് പ്രഖ്യാപിക്കുമ്പോഴാണ് നമ്മൾ അറിയുക. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. നമ്മളുടേത് +2 സെക്ഷൻ ആയതുകൊണ്ട് തന്നെ റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ മേഖല, ഒരു മേഖലയുണ്ട്, കോഴിക്കോട് മേഖല. കോഴിക്കോട് വരുന്നത് വയനാട്, കോഴിക്കോട് ജില്ലകൾ ഉൾപ്പെടുന്ന പ്രദേശമാണ്. അപ്പോൾ ആ ഒരു തലത്തിൽ ഒരു ഇൻ്റർവ്യൂ ആദ്യം നടക്കും. അത് സ്കൂളിൽ വന്ന് പരിശോധിക്കുകയാണ്. പരിശോധനകളും പേഴ്സണൽ ഇൻ്റർവ്യൂ, ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. നമ്മൾ ചെയ്ത കാര്യങ്ങൾ, നമ്മൾ അവകാശപ്പെട്ട കാര്യങ്ങളെല്ലാം കൃത്യമാണ്, അത് സത്യമാണെന്ന് തെളിയിക്കാൻ പരിശോധിക്കുകയാണ് ചെയ്യുന്നത് ആ ഒരു സമിതി. അങ്ങനെ ഒരു മണിക്കൂർ നേരം നീണ്ടുനിന്ന ഒരു ഇൻ്റർവ്യൂ ആദ്യം നടന്നു. അതിനുശേഷം തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ ജില്ലാതലത്തിലേക്ക് അവർ ശുപാർശ ചെയ്തു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറേറ്റിൽ വെച്ച് ഒരു ഇൻ്റർവ്യൂ 2-3 ആഴ്ച മുൻപ് നടക്കുകയുണ്ടായി. അവിടെയും ഏകദേശം 1 മണിക്കൂർ നീളുന്ന ഒരു വലിയ ഇൻ്റർവ്യൂ തന്നെയായിരുന്നു. പക്ഷേ ആ ഇൻ്റർവ്യൂ 1 മണിക്കൂർ നീണ്ടത് ഞാൻ അറിഞ്ഞില്ല, സമയം പോയതേ അറിഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും ലൈവായിട്ട് എനിക്ക് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി സ്നേഹത്തോടെ നൽകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എൻ്റെ മെറ്റീരിയൽസ് എല്ലാം അത് മുന്നിൽ വെച്ചതുകൊണ്ട് തന്നെ പിന്നെ അവർക്കധികം പിന്നെയും ചോദിക്കേണ്ടി വന്നില്ല. അപ്പോൾ എന്നാലും ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി കൊടുത്തു. അങ്ങനെ ഭാഗ്യവശാൽ വയനാട് ജില്ലയിൽ നിന്നും എന്നെയാണ് തിരഞ്ഞെടുത്ത് വിട്ടത്. അതിനുശേഷം തിരുവനന്തപുരത്ത് SCRTയിൽ വെച്ചാണ് അടുത്ത ഇൻ്റർവ്യൂ. അതാണ് ഫൈനൽ. ആ ഇൻ്റർവ്യൂവിൽ ഞങ്ങൾ പല ജില്ലകളിൽ നിന്നായിട്ട് ഒത്തിരിയധികം ആളുകൾ സെലക്ട് ചെയ്യപ്പെട്ടു വന്നു. അതിൽ അന്ന് തന്നെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു 5 പേർക്കാണ് ഇത് അവാർഡ് കിട്ടാനുള്ള സാധ്യത എന്ന് നേരത്തെ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും കിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ്. ഏതായാലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് മുൻപ് പോയ ആളുകളെ കൊണ്ടൊക്കെ ക്ലാസ്സുകളൊക്കെ എടുപ്പിച്ചു. അതുപോലെ ഒരു 15-20 മിനിറ്റ് നേരം നീളുന്ന ഇൻ്റർവ്യൂ ഒക്കെയാണ് നടന്നത്. ഏതായാലും എൻ്റെ ഊഴമെത്തിയപ്പോൾ എന്നെ വിളിച്ചു. ഒരു 7 മിനിറ്റ് അത് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള സമയം എനിക്ക് ലഭിച്ചുള്ളൂ. സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവരുമായിട്ട് സ്നേഹത്തോടെ കുറച്ച് സമയം സംസാരിക്കാനുള്ള അവസരം കിട്ടി. എന്നാൽ 7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, കാരണം ഞാൻ കൊണ്ടുപോയി മെറ്റീരിയൽസ് എല്ലാം അവരുടെ അനുവാദത്തോടെ അവരുടെ മേശപ്പുറത്ത് വെച്ച് അവരതെല്ലാം എടുത്ത് പരിശോധിച്ച് പിന്നെ
കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു. അതിനുശേഷം എന്നോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. 7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ കരുതി എന്നെ ക്ലാസ് എടുപ്പിക്കാതെ വിടുന്നത് ചിലപ്പോൾ എന്നെ പുറത്താക്കാനായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എനിവേ ഞാൻ പറഞ്ഞു, സാർ ഞാൻ മോഡൽ ക്ലാസ് എടുക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ, എല്ലാവരോടും പറഞ്ഞു വിളിക്കുമ്പോൾ തന്നെ. അപ്പോൾ അതിന് ലെസൺ പ്ലാനൊക്കെ തയ്യാറാക്കി കൃത്യമായ ആ ഒരു പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് അങ്ങ് പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ക്ലാസ് എടുക്കാനൊക്കെ തയ്യാറായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. വേണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങളുടെ ക്ലാസ്സുകൾ ഞങ്ങൾ വിക്ടേഴ്സ് TV-യിൽ കണ്ടിട്ടുണ്ടെന്ന് എന്നോട് ഒരു ഇൻ്റർവ്യൂ ബോർഡ് പറഞ്ഞു. അപ്പോൾ എനിക്കൊരു പോസിറ്റീവായി തോന്നി. കാരണം കോവിഡ് കാലത്ത് വിക്ടേഴ്സ് TV-യിൽ ക്ലാസ്സുകൾ എടുക്കാനുള്ളൊരു അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി. അത് ഏകദേശം 50 മുതൽ 60 വരെ ക്ലാസ്സുകൾ അതിൽ എടുത്തു. ഏകദേശം എന്ന് പറയാൻ കാരണം ഈ എപ്പിസോഡുകളായി ചെയ്തത് കൂടാതെ ചോദ്യോത്തര പരിപാടികളുണ്ടായിരുന്നു. അതായത് പരീക്ഷാ സംബന്ധമായ ചോദ്യോത്തര പരിപാടികൾ. ഓരോ വർഷവും മാർച്ച് മാസത്തിൽ വരുന്ന പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും അത് ഞങ്ങൾ ടീമായിട്ടും ആണ് സാധാരണഗതിയിൽ അവതരിപ്പിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ ഇവർ കണ്ടിട്ടുണ്ട്, അവർ പരിശോധിച്ച് കാണും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഇനി ക്ലാസ് എടുക്കേണ്ടതില്ല, പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോഴും വലിയ പ്രതീക്ഷകളൊന്നും നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ, കിട്ടുകയില്ല എന്നുള്ള കാര്യമൊന്നും ഉറപ്പിക്കാനൊന്നും പറ്റില്ല. ഏതായാലും 1-ാം തീയതി, സെപ്റ്റംബർ 1-ാം തീയതി നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു ഫോൺ കോൾ വരികയുണ്ടായി. കൽപ്പറ്റ DD ഓഫീസിൽ നിന്നും ശശീന്ദ്രൻ സാറ് വിളിച്ചു. അദ്ദേഹമാണ് DD. അപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ഇത്തവണ അജിത്തിനാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളതെന്ന് അറിയിച്ചു. അങ്ങനെ വലിയ സന്തോഷം തോന്നി. ഭാഗ്യവശാൽ എൻ്റെ പേര് 1-ാമത് ആ ലിസ്റ്റിൽ കണ്ടു. അത് ഒരു പക്ഷേ എനിക്ക് സ്കോർ കൂടുതലുള്ളതുകൊണ്ടാവാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിനു മുൻപ് മറ്റെന്തെങ്കിലും പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം എന്ന് പറയുന്നത് 2018-ൽ കേരളത്തിലെ ഏറ്റവും മികച്ച കൊമേഴ്സ് അധ്യാപകൻ എന്ന പേരിലൊരു അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അത് കേരള കൊമേഴ്സ് ഫോറം നൽകുന്നതാണ്. ആ അവാർഡ് ലഭിച്ചതുമായി ബന്ധപ്പെട്ട് ഒട്ടനേകം സ്വീകരണ പരിപാടികളും പുരസ്കാരങ്ങളും ഒക്കെ ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് സാർ, അദ്ദേഹം നമ്മുടെ സ്കൂളിൽ വന്ന് ഒരു ചടങ്ങ് സംഘടിപ്പിച്ചു. അദ്ദേഹം ഈ സ്കൂളിൽ വന്നു, എനിക്ക് പ്രത്യേക പുരസ്കാരമൊക്കെ നൽകി. അതുപോലെ തന്നെ എനിക്ക് ഡൽഹിയിൽ NCERT ഡൽഹിയിൽ ഒരു കേരള ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ട് ഞങ്ങളൊരു 10 അംഗ സംഘം ഒരു ട്രെയിനിങ്ങിന് ഞങ്ങളെ അയച്ചു. അങ്ങനെ അയച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നാഷണൽ റിസോഴ്സ് ടീം എന്ന രീതിയിലൊരു ടീം അവിടെ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ അതിൽ അംഗമാവാനുള്ള അവസരം ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നമ്മുടെ മുൻ MLA, ആ കാലഘട്ടത്തിൽ MLA ആയിരുന്ന CK ശശീന്ദ്രൻ സാറ്, അദ്ദേഹം സ്കൂളിൽ വന്ന് പ്രത്യേക ചടങ്ങുകളൊക്കെ സംഘടിപ്പിച്ച് പ്രത്യേക പുരസ്കാരമൊക്കെ നൽകുകയുണ്ടായി. പിന്നെ ഈ 2018-ലെ അവാർഡ് ലഭിച്ചതുമായി ബന്ധപ്പെട്ട് ലോക്കൽ ഓർഗനൈസേഷൻസ്, ഒത്തിരിയധികം സംഘടനകൾ, മതസ്ഥാപനങ്ങൾ, അതുപോലെ സാമൂഹ്യ പ്രസ്ഥാനങ്ങളൊക്കെ ഒത്തിരിയധികം അവാർഡുകൾ തന്ന് ഇപ്പോഴും ആദരിക്കൽ ചടങ്ങുകൾ പല സ്ഥലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും സാറിന്. അപ്പോൾ ഈ തിരക്കിനിടയിലും, പ്രത്യേകിച്ച് സ്കൂൾ ക്ലാസ്സിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് വേണ്ടിയുള്ള സമയം സാർ തന്നത്. സന്തോഷം. സാറിൻ്റെ അനുഭവങ്ങളും സാറിൻ്റെ അധ്യാപന ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവച്ചതിൽ ഒരിക്കൽ കൂടി നന്ദി, ആശംസകൾ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. ഇത്തവണ മികച്ച അധ്യാപകനുള്ള സംസ്ഥാന പുരസ്കാരം കരസ്ഥമാക്കിയ കൽപ്പറ്റ SKMJ ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊമേഴ്സ് അധ്യാപകൻ അജിത് കാന്തിയുടെ അധ്യാപന ജീവിത വിശേഷങ്ങളും അവാർഡിനർഹമാക്കിയ പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് ശ്രോതാക്കൾ കേട്ടത്. അദ്ദേഹവുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗമായിരുന്നു ഇന്ന്. ഇതോടെ ഈ അഭിമുഖം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ധന്യം അധ്യാപനം. പുരസ്കാര ജേതാക്കളായ അധ്യാപകരെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. നിർവഹണം ഭാഗ്യലക്ഷ്മി.